ചെമ്പനിപ്പു സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി രേവതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതിയുടെ അടുത്ത് അമ്മ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ശ്രുതിയെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. രേവതിയെ മാത്രമായിരുന്നു പണ്ട് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ രേവതിക്ക് കൂട്ടായിട്ട് ഒരാളെയും കൂടി കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ വർഷയും കൂടി ചീത്ത വിളിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കക്ഷി സ്ട്രോങ് ആവുമെന്നൊക്കെയാണ് കേട്ടോ രേവതിയുടെ അടുത്ത് പറയുന്നത്. വർഷയുടെ അടുത്ത് അമ്മയുടെ കളികളൊന്നും നടക്കില്ല. എന്നെയും ശ്രുതിയെയും ചീത്ത വിളിക്കുന്നത് പോലെ അമ്മയ്ക്ക് എങ്ങനെ വർഷയെ ചീത്ത വിളിക്കാനൊന്നും പറ്റില്ല. കാരണം വർഷയുടെ വായിലിരിക്കുന്നത് അമ്മ കേൾക്കേണ്ടി വരും. അവൾക്ക് ഒന്നിനും പേടിയില്ലാത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവര് 3 പേരും കൂടി ഇനിയിപ്പോ ഒന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിട്ട് പണി തരുമല്ലോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ശ്രുതിയും അപ്പുറത്ത് നിന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. രേവതിയെ ചീത്ത വിളിക്കുന്നത് പോലെ തന്നെ തന്നെയും ചീത്ത വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണെന്നൊക്കെയാണ് കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും സച്ചിൻ രേവതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വിശ്വനാഥനെ കുറിച്ചിട്ട് അന്വേഷിച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് രേവതി ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താൻ അന്വേഷിക്കാതിരിക്കോ? അവനെ കുറിച്ചിട്ട് അന്വേഷിച്ചു. അവന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു സിനിമാ നടൻ വരാറുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടത്. അവന്റെ പേര് ശ്രീകാന്ത് എന്നാണ്. അവൻ എവിടെ താമസിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ തനിക്ക് കിട്ടി എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അവരടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ പോരെന്ന് രേവതി ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെടുത്ത് ആരെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ? ഇനിയിപ്പോ ആ വിശ്വനാഥനുമായിട്ട് അയാൾക്ക് നല്ല ബന്ധമാണെന്നുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും വിശ്വനാഥനെ വിളിച്ചിട്ട് താൻ അവിടെ വന്ന് അന്വേഷിച്ച കാര്യങ്ങളെ കുറിച്ച് പറയും. അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ കുറച്ചുകൂടി ഉഷാറായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഒരിക്കലും വിശ്വനാഥനെ പിടിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് രേവതി പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറയുകയാണേ. താൻ ഒറ്റയ്ക്ക് എവിടെ പോയിട്ട് അന്വേഷിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് രേവതിക്ക് ഭയങ്കര ഭയമുണ്ട്. അത് സച്ചിയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ്. രേവതിയുടെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല സച്ചി പറയുന്നത്. അവരുടെ അടുത്ത് ചെന്നിട്ട് താൻ പൂ വിൽക്കുന്ന ആളാണെന്നും ഡെയിലി വീട്ടിലേക്ക് പൂ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ മതി. അങ്ങനെ അവർക്ക് പൂ വേണമെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പൂ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ട് പരിചയപ്പെടുകയും കാര്യങ്ങൾ രേവതിക്ക് അന്വേഷിച്ച് കണ്ടെത്താനൊക്കെ പറ്റുമല്ലോ. അതാണ് സച്ചി ഉദ്ദേശിച്ചത്. ആദ്യം പോയിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിട്ട് രേവതി അതിന് സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രുതിയെയും അതുപോലെ സുധിയാണ് കേട്ടോ കാണിക്കുന്നത്. മുറിയിൽ നിന്നുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, അഭിലാഷ് സാറിന്റെ മുമ്പിൽ ഞാൻ ആകെ നാണം കെട്ടുപോയി. അയാൾക്ക് എന്നോട് എന്തോ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇപ്പോ മാപ്പ് പറയാൻ കൂടി ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്ന പോലുമില്ല. അതുപോലെ തന്നെ സ്റ്റാഫിന്റെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടു നിന്നു. വീട്ടിലായാലും ശരി അതുപോലെ ഓഫീസിലായാലും ശരി, രണ്ടിടത്തും നമുക്ക് ഇപ്പൊ മര്യാദ ഇല്ലാതെയായി. പോയ മര്യാദ തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ പണം എടുത്തോണ്ട് പോയില്ലേ വിശ്വനാഥൻ, അയാളുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ നമ്മൾ തിരികെ മേടിക്കണം. ആ പണം തിരികെ കിട്ടിയതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അങ്കിളുടെ കയ്യിലേക്ക് ആ പണം തിരികെ കൊടുക്കുകയും വരും. അതെങ്ങനെ ശ്രുതി കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ആ പണം നമ്മൾ സബ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതല്ലേ. നീലിമയുടെ കയ്യിൽ നിന്ന് മേടിച്ച സമയത്താണ് ഈ പ്രശ്നം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം അച്ഛന് കൊടുക്കായിരുന്നു. അഭിലാഷ് സാറിന് അയച്ചു കൊടുത്താൽ മാത്രമേ സാധനങ്ങൾ വരുള്ളൂ. അപ്പൊ മാത്രമല്ലേ നമുക്ക് സബ് ഡീലേഴ്സിന് സാധനം കൊടുക്കാനും പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരെല്ലാവരും ചേർന്നിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഷോറൂം അടയ്ക്കേണ്ടി വരും. ശ്രുതിയുടെ ഈ സംസാരങ്ങളെല്ലാം കേൾക്കുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ കൈവയ്ക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി ചെയ്യുന്നത്. അഭിലാഷ് സാർ എന്താണ് പറഞ്ഞത്? ബിസിനസ് ആരംഭിച്ച ഉടനെ തന്നെ നമ്മൾ വലിയ ആഗ്രഹങ്ങളൊന്നും വെക്കരുത് എന്നുള്ള കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? അല്ലെങ്കിലും ശരി തന്നെയാണ്. നമ്മൾ ഒരിക്കലും ആ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു. ഞാൻ മാത്രമാണ് ശ്രുതി ആഗ്രഹിച്ചത്, നീയും വാങ്ങാ എന്നുള്ള കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് നീ വേണ്ടാന്നൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അതോടുകൂടി വിട്ടേനെ. ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതും എന്റെ തെറ്റ് തന്നെയാണല്ലേ, അല്ലെങ്കിലും എല്ലാം എന്റെ തലയിൽ തന്നെ വന്ന് വീഴുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ ശരി അതിൽ എന്റെ തെറ്റും ഉണ്ടെന്നുള്ള കാര്യം സമ്മതിക്കാണ് കേട്ടോ ശ്രുതി. 5 കോടിയുടെ വീട് 3 കോടിക്ക് തരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അയാൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ സംശയിക്കണമായിരുന്നു. അത് മാത്രമല്ല ശ്രുതി, അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് രേവതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശകനം ശരിയല്ല എന്ന്. അതെങ്കിലും കേട്ടാ മതിയായിരുന്നു. ഇപ്പൊ ശ്രുതി എന്താ പറഞ്ഞു വരുന്നത്? അവള് ശരി ഞാൻ തെറ്റ് എന്നാണോ? അന്ന് രേവതി പറഞ്ഞപ്പോ തന്നെ എനിക്ക് ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നീയല്ലേ പറഞ്ഞത് അവൾ അസൂയ കൊണ്ട് പറയാണെന്നുള്ള കാര്യം. അല്ലെങ്കിലും അവൾ ഒരിക്കലും നമുക്ക് നല്ലത് നടക്കണം എന്നുള്ള കാര്യം വിചാരിക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് അവൾക്ക് അസൂയില്ല എന്നുള്ള കാര്യമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ശരി, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ശ്രുതി അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. എന്തൊരു സംഭവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ എന്താണ് തെറ്റ് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അതങ്ങ് വിട്ടുകളയാനാ പറയുന്നത്. ശരി ശ്രുതി, ഇനിയിപ്പോ അടുത്തത് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം പറ. അതിനെക്കുറിച്ചല്ലേ ശ്രുതി ഞാൻ പറഞ്ഞത്. എങ്ങനെങ്കിലും ആ വിശ്വനാഥനെ കണ്ടുപിടിച്ചിട്ട് ആ പണം തിരികെ മേടിക്കണം. അയാള് എവിടെയാന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അവര് അന്വേഷിക്കില്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ
എന്ന് കരുതിയിട്ട് നമ്മൾ ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളും അന്വേഷിച്ച് തുടങ്ങണം നമ്മുടെ സൈഡിൽ നിന്ന്. അല്ല ശ്രുതി, ആ പണം എപ്പോഴാ കിട്ടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ലല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, നിന്റെ അച്ഛനടുത്ത് പണം ചോദിച്ചാലോ എന്ന് ചോദിക്കുകയാണേ. കഴിഞ്ഞ ദിവസം ചന്ദ്രമതിയും ഇതേ ചോദ്യം തന്നെ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ദേഷ്യം കൂടി ശ്രുതിയുടെ അടുത്ത് തീർക്കുന്നുണ്ട്. നീയും നിന്റെ അമ്മയും എന്താ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? എപ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പണം എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറയുന്നു. എന്റെ അച്ഛൻ എന്താ ജയിലിൽ ബാങ്ക് നടക്കുവാണോ, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ തങ്ങി നിൽക്കുവാണോ? എപ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെടുത്ത് പണത്തിന് വേണ്ടി മാത്രം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ലേ എന്റെ മകൾക്ക് തന്നോട് സ്നേഹമില്ല എന്നും പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരെ വിളിക്കുന്നതെന്ന്. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കുറച്ചെങ്കിലും ഹ്യൂമാനിറ്റിയോട് കൂടി സംസാരിക്കേ. അതല്ല ശ്രുതി, ആ വിശ്വനാഥനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആവില്ലേ? എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും ശ്രുതി നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എന്റെ അച്ഛന്റെ അടുത്ത് പണം ചോദിക്കാനൊന്നും പറ്റില്ല. സാധനം കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കളഞ്ഞു പോയ സ്ഥലത്ത് വേണം തേടാന്. അവനെ കുറിച്ചിട്ട് അന്വേഷിക്കുക എന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ എവിടെ പോയിട്ടാണ് ഇനിയിപ്പോ അവനെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. വിശ്വനാഥൻ എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരാൾ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനിയത്തിയുടെ കല്യാണമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് ഹേമ വരുന്നുണ്ട്, അവിടുത്തെ മണ്ഡപം ഡെക്കറേഷന്റെ ഓർഡർ മേടിക്കാൻ വേണ്ടിയിട്ട്. ഹേമ വന്ന് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഹേമ ആരാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. പക്ഷെ സാർ ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അറിയാത്തവര് വളരെ ദുർലഭമാണെന്നും എന്റെ വീട്ടിലെ സാറിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, സാറിന്റെ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ നന്നായിട്ട് സൂചിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഹേമ വന്നിരിക്കുന്നത് അവരുടെ അനിയത്തിയുടെ കല്യാണത്തിന്റെ മണ്ഡപ ഡെക്കറേഷൻസ് ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കുകയും ഇതിനു വേണ്ടിയിട്ട് പണം മുടക്കുക മാത്രമാണ് താൻ ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും എല്ലാം തന്റെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ഹേമയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് പൊക്കോളാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ് കേട്ടോ ചെയ്യുന്നത്. ഹേമ തിരികെ പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. രേവതിക്ക് അറിയില്ല ആ വീട്ടിൽ കല്യാണം നടക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും. സച്ചി പറഞ്ഞത് പ്രകാരമാണ് അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി വന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവളുടെ ലക്ഷ്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഹേമ പോവാതെ വണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ഉള്ളിൽ ചെന്നിട്ട് ഈ ഏരിയയിൽ മൊത്തം താനാണ് പൂ കൊടുക്കുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക് ഡെയിലി പൂ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടാണ് ചെല്ലുന്നത്. ഇതുവരെ അതിനു വേണ്ടിയിട്ട് ആരും വരാത്തത് കൊണ്ട് തന്നെ ആ ഓർഡർ രേവതിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി 200 രൂപയ്ക്ക് പൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മറ്റെന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ പ്രത്യേക ദിവസത്തെ പൂക്കൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഹേമ വിചാരിക്കുന്നത് തന്റെ ഓർഡർ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് രേവതി അങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യമാണ്. ഇവിടെ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് എന്റെ ഓർഡർ തട്ടിയെടുക്കാനാണല്ലോ ലേഡി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് രേവതി അവിടെ കല്യാണം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. കൂടുതലായിട്ട് ഹേമയുടെ അടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വീണ്ടും ഉള്ളിലേക്ക് ചെന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം ഹേമയാണെന്നുണ്ടെങ്കിൽ മാഡം ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്താണ് ഒന്നും വീടാതെ ഉള്ളിലേക്ക് പോയെന്നുള്ള കാര്യം ഹേമയുടെ കൂടെ നിൽക്കുന്ന ആള് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവള് സാധാരണ ആളല്ല, ഇവളെ വേറെ രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഹേമ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോഴേക്കും രേവതി ഉള്ളിൽ ചെന്ന് സംസാരിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ഹേമയുടെ അടുത്ത് താങ്ക്സ് പറയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വന്നത് ഡെയിലി പൂ കൊടുക്കാൻ വേണ്ടിയിട്ട്, പൂ ഇവിടെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരുടെ വീട്ടിൽ കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാനും ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് നോക്കിയിട്ട് വിളിക്കുക എന്നുള്ള കാര്യം കൂടി എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എന്തായാലും ഇതുപോലെ ഉപകാരങ്ങൾ ഒരുപാട് ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓർഡറും കിട്ടും, പിന്നെ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള കമ്മീഷനും തരാം എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ ഹേമയുടെ അടുത്ത് നിന്ന് രേവതി പോകുന്നത്. അതേസമയം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കാർ ഷെഡിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതാണ്. മഹേഷിനും കൂട്ടർക്കൊന്നും ഓട്ടം കിട്ടിയിട്ടില്ല. ഇപ്പോൾ വളരെയധികം ട്രിപ്പ് കുറവാണ് വരുന്നത്. ഇപ്പോൾ ഒരുപാട് ട്രാവൽസുകാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ട്രിപ്പ് കുറവാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിച്ചാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ നമുക്ക് ആരംഭിക്കാലോ, എന്തെങ്കിലും ഐഡിയ നിനക്കുണ്ടോ എന്ന് മഹേഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ മഹേഷിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാറ് മാത്രമാണല്ലോ ഓടിക്കാൻ വേണ്ടി അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. രാവിലെ 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും ക്ലാസ് എടുത്താൽ മതിയല്ലോ. ഇതിനെക്കുറിച്ചുള്ള ഐഡിയ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത്. നമുക്ക് അറിയുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുക നല്ല കാര്യം തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് ഓഫീസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം വേണ്ടത് അഡ്രസ് ആണ്. സച്ചിയുടെ വീട്ട് അഡ്രസ് ആവുന്ന സമയത്ത് ആൾക്കാർക്ക് വരാനും പോവാനും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അത് ഓക്കെ ആണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് മഹേഷ് പറയുന്നത്. പക്ഷേ ചന്ദ്രമതിയുടെ പേരിലാണല്ലോ വീടുള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അവർക്ക് സ്കൂൾ
ആരംഭിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ എങ്ങാനും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നവരെ എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മ ഓടിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് രേവതി ആ ശ്രീകാന്തിന്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തിരികെ എത്തുന്നത്. രേവതി വന്ന ഉടനെ തന്നെ മഹേഷ് പറഞ്ഞ ഐഡിയയെ കുറിച്ചിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കേട്ട ഉടനെ തന്നെ രേവതിക്കും അത് നല്ല ഐഡിയ ആയിട്ട് തന്നെ തോന്നുന്നത്. അതിന്റെ വീട്ടഡ്രസ് വീട്ടിലത് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിന് അമ്മ എന്തായാലും അനുവദിക്കാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണെന്നാണ് രേവതിയും പറയുന്നത്. രേവതിയുടെ വീട്ട് അഡ്രസ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കുറച്ച് ദൂരെയാണ്. അത് മാത്രമല്ല അവിടെ ദേവും അമ്മയും മാത്രമാണല്ലോ താമസിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഓണർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് എന്തായാലും ചന്ദ്രയുടെ വീട്ടിന്റെ അഡ്രസ്സ് തന്നെ കൊടുക്കാന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, സമയം വരുന്ന സമയത്ത് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ വിശ്വനാഥന്റെ ആ ഫ്രണ്ടിന്റെ അടുത്ത് പോയ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത്. അദ്ദേഹം എങ്ങനത്തെ ആളാന്ന് ചോദിക്കുമ്പോൾ നല്ല ആളാണെന്നാണ് കേട്ടോ രേവതി പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എന്റെ അടുത്ത് ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറഞ്ഞെന്ന് പറയാണേ. അങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം നല്ലതാണെന്നാണോ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഒരാളെ കണ്ട സച്ചിയായിട്ട് നമുക്ക് അറിയില്ലേ അയാൾ നല്ലതാണോ ചീത്തതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ രേവതി, നീ ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഞാൻ റൗഡിയാണെന്നല്ലേ വിചാരിച്ചത്, എന്നിട്ട് ഇപ്പോഴെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ എന്നാണ് രേവതി പറയുന്നത്. തമാശക്കാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സച്ചി രേവതി പറയുന്ന ഓരോ കാര്യത്തിനും കുറുകെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് ആദ്യം സിസ്റ്റർ പോയ കാര്യത്തെ കുറിച്ചിട്ട് ചോദിക്കുകയെന്ന്. അങ്ങനെ അയാളുമായിട്ട് പോവിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം നല്ലൊരാളാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നെയാണ് രേവതി പറയുന്നത്. എന്തായാലും ഇനി അടുത്ത തവണ പോകുന്ന സമയത്ത് താനും കൂടെ വരാ എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മീരയും അതുപോലെ തന്നെ പുതിയൊരാളുമായിട്ട് കണ്ടുമുട്ടുകയും അവരുടെ വണ്ടി പരസ്പരം കുത്തുകയും ചെയ്യുന്നുണ്ട്. മീരയും അതുപോലെ തന്നെ ആ ആളുമായിട്ട് ചെറിയൊരു ക്രഷ്, അതാണ് കേട്ടോ സീന് കാണിക്കുന്നത്. അദ്ദേഹം തന്നെ മീരയുടെ വണ്ടി കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊടുക്കുന്നൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് മീരയ്ക്കും ചെറുതായിട്ട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സുധിയും അതുപോലെ ശ്രുതിയും കൂടി ചേർന്ന് വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ആലോചനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ശ്രുതിയും അതുപോലെ സുധിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടേ. അമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് സുധിയാണെന്നുണ്ടെങ്കിൽ എന്താ അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണേ. ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. കുറച്ച് മര്യാദ ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയാലെ അതും നഷ്ടപ്പെട്ടു. 30 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ചെയ്തോ? ചന്ദ്രയുടെ ചോദ്യം കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ തല കുനിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഉടനെ തന്നെ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ആ പണം കിട്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണേ. ആന്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഇനി എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ്, നിനക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചൂടെ? ഉടനെ തന്നെ ശ്രുതിക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അമ്മേ, അച്ഛൻ ജയിലല്ലേ എന്ന് അത് അറിയാടാ, പക്ഷെ പുറത്തുള്ള ആരുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് പണം തൽക്കാലത്തേക്ക് റെഡിയാക്കി തന്നൂടെ? ആ പണം തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ദയനീയമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും തലയിൽ വെച്ചിട്ട് കൊണ്ടാടിയല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആ സച്ചിൻ രേവതി മാത്രം മതി. ആന്റി, മലേഷ്യയിലുള്ള എന്റെ സ്വന്തക്കാരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവര് ജയിലിൽ ചെന്നിട്ട് അച്ഛനുമായി സംസാരിച്ചിട്ട് പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയാ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോ, അല്ല ശ്രുതി, നിന്റെ മലേഷ്യയിലുള്ള സ്വന്തക്കാർക്ക് പണം അറേഞ്ച് ചെയ്ത് തന്നതിന് ശേഷം അച്ഛനുമായിട്ട് പിന്നെ സംസാരിച്ചാൽ പോരെന്ന് ചോദിക്കുവാണേ. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, ആന്റി, എന്റെ അച്ഛൻ മാത്രമാണ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആള്. അച്ഛൻ ചെറുപ്പം മുതലേ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല നിലയിൽ എത്തിയതാണ് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള റിലേഷൻസ് ഒന്നും അത്ര കഴിവുള്ള ആൾക്കാരല്ല. അവരെ കൊണ്ടൊന്നും ഇത്ര എമൗണ്ട് തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ എന്ത് വഴിയാണ് ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടുവച്ചതെന്ന് ചോദിക്കുമ്പോ, സുധി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തോണ്ട് പോയല്ലോ വിശ്വനാഥൻ, അയാളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് തിരികെ അച്ഛന് കൊടുക്കാന്ന് പറയാണേ. ഇത് കേട്ട് ചന്ദ്ര, വല്ലത് നടക്കുന്ന കാര്യം പറയടാ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവൻ ഏതെങ്കിലും നാട്ടിലേക്ക് ഓടി പോയിട്ടുണ്ടാവില്ലേ, അല്ലാണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുവോ? വേറെ എങ്ങനെയെങ്കിലും പണം റെഡിയാക്കുന്ന വഴി നോക്ക്. അത് കഴിഞ്ഞ് സച്ചിയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് ട്രിപ്പൊക്കെ നേരത്തെ കഴിഞ്ഞു എന്ന്. അച്ഛ ഇന്ന് ട്രിപ്പിനൊന്നും പോയില്ല, അച്ഛൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇവന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചോണ്ട് പോയ ആളെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? അതിന്റെ പുറകെ ആയിരുന്നു, ട്രിപ്പൊന്നും പോകാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറയാണേ. ശരി, അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോ അവനെ കുറിച്ചിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എവിടെയാന്നുള്ള കാര്യം അറിഞ്ഞോ എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിഞ്ഞിട്ടില്ല, അവൻ ആരാണെന്നുള്ള കാര്യം മുഴുവനായിട്ട് അറിഞ്ഞാൽ മാത്രമേ അവൻ എവിടെയാന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും അച്ഛാ, അവൻ ഉടനെ തന്നെ പിടിക്കപ്പെടും. കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, ആ പണം തിരികെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കൈ തന്നെ തരാൻ വേണ്ടിയിട്ട് അവനോട് പറയണമെന്ന്. എടാ, ആ കാര്യം ആലോചിച്ചിട്ട് നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പണം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കൈ തന്നെ ഞാൻ തരും. നിന്റെ പോലെ പണം എടുത്തിട്ട് ഓടാനോ അല്ലെങ്കിൽ എന്റെ പണം കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ പണം കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും പറ്റിക്കപ്പെടാൻ നിൽക്കില്ല. ശരി, പണം എപ്പോ കിട്ടും? എനിക്ക് പെട്ടെന്ന് തന്നെ ആ പണം തിരികെ വേണമെന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. എടാ, നീ എന്താടാ ബാങ്കിൽ പണം ഇട്ടിരിക്കുകയാണോ ചെക്കായിട്ട് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട്? അച്ഛാ, അവന്റെ അഹങ്കാരം കണ്ടില്ലേ, ഇവൻ പോയിട്ട് പറ്റിക്കപ്പെട്ട് നിൽക്കും, എന്നിട്ട് ഞാൻ അത് പോയി കണ്ടുപിടിച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനും രേവതി അവിടെ ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേവതിയാണെന്നുണ്ടെങ്കിൽ പൂക്കടേന്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് CID പണിയൊക്കെ ചെയ്യുന്നത്. ചേട്ടനും അതുപോലെ തന്നെ സച്ചേട്ടന് വരുന്ന ട്രിപ്പെല്ലാം വിട്ടിട്ട് ഇതിന്റെ പുറകെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് രേവതിയും അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്.